ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇവിടുത്തെ ആദ്യത്തെ പേഷ്യൻറ്റിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആദ്യത്തെ അറിവാണ്. കുറേ വർഷം ഞാനിവിടെ സർവീസിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ പേഷ്യൻ്റായിട്ടൊക്കെ ഒരുപാട് ദിവസം പോയിട്ടുണ്ട്. എൻ്റെ ബന്ധുക്കളെ കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം, അവിടുത്തെ ആദ്യത്തെ പേഷ്യൻ്റ് ആരാണെന്ന്, ഇതെപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തതെന്ന്, അങ്ങനെയുള്ള ഒരു അറിവും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇന്ന് യാദൃച്ഛികമായിട്ട് കണ്ട ഒരു വീഡിയോയിൽ നിന്നാണ് എനിക്ക് ഈ അറിവെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം, നിങ്ങൾക്കും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് അറിയാമല്ലോ. നമ്മുടെ കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇതിൻ്റെ തറക്കല്ലിടണമെന്ന് പറഞ്ഞാൽ 1950 ജനുവരി 26-നാണ് കേട്ടോ. അപ്പോൾ ജനുവരി 26-ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കൂല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ തറക്കല്ലിടുന്ന ദിവസത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്കിനി ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ റിപ്പബ്ലിക് ഡേയുടെ അന്ന് തന്നെയാണ്, അതേ ദിവസമാണ് ജനുവരി 26-നാണ് ഈ തറക്കല്ലിടുന്ന ദിവസം കൂടി വരുന്നത്. അന്നത്തെ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ഇതിൻ്റെ പണി പെട്ടെന്ന് പൂർത്തീകരിച്ചത്. അതായത് നമ്മൾ 1950 ഇതിൻ്റെ തറക്കല്ലിടുകയാണെങ്കിൽ 1951 നവംബർ 27 ഇത് ഉദ്ഘാടനം ചെയ്തു. അത് അത്രയും സമയം കൊണ്ട് ഈ ചിത്തിര തിരുനാൾ മഹാരാജാവ് വളരെ പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് വിളിച്ചതെന്ന് പറഞ്ഞാൽ, ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയാണ് വിളിച്ചത്. അപ്പം പേഷ്യൻ്റ് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ്. എങ്ങനെ ആയെന്ന് ചോദിച്ചാൽ അദ്ദേഹം അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, പേഷ്യൻ്റായിട്ടല്ല വന്നത്. വളരെ യാദർച്ഛികമായിട്ട് അവിടെ വെച്ച് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈ വന്ന് അവിടുത്തെ ഗേറ്റിലൊന്ന് തട്ടി ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അപ്പോൾ അതെന്തായാലും ഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഇരുമ്പ് ഗേറ്റിലൊക്കെ അല്ലേ തട്ടുക. അപ്പോൾ അതെന്തായാലും ഡ്രസ്സ് ചെയ്ത് TT എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുന്നതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നുള്ള പേര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ രജിസ്റ്റർ ബുക്കിൽ ഒന്നാമത്തെ പേരായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഞാനും ഇന്ന് തന്നെയാണ് അറിയുന്നത്. നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. നിങ്ങൾക്കും അത് ഒരു പുതിയ അറിവ് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതും പോയിട്ട് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് അവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അത് സെപ്പറേറ്റ് ആണ്. അതായത് അമ്മയും കുഞ്ഞും മാത്രം ഉള്ളതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്, അമ്മയും കുഞ്ഞുമായിട്ടിരിക്കുന്ന. അതായത് ഒരു കുഞ്ഞിന് അമ്മ മുല കൊടുക്കുന്ന ഒരു രൂപം അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ആ വച്ചിരിക്കുന്ന ആ ഭാഗത്ത് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയാമെന്നറിയില്ല. ഒരുപാട് പേരുടെ അനുഭവവും സാക്ഷ്യങ്ങളും കേട്ടാൽ ഇതിൽ എന്തോ അത്ഭുത ശക്തി ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അവിടെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും രാത്രിയായാലും പകലായാലും ഒരുപാട് പേര് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു വിശ്വാസം വെച്ചിട്ട് അവിടെ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു, അമ്മയും കുഞ്ഞിനെ സുഖമായിട്ട് കിട്ടി എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം ജനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ ആ ഒരു ബിംബത്തെ നോക്കി ഞങ്ങൾ ആരും പ്രാർത്ഥിക്കുക, ആ ഒരു ശില്പത്തെക്കുറിച്ച് നോക്കി പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ ഒരു സിമ്പലായിട്ട് അതങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ആളുകളെല്ലാം ഇതിനെ ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അതിനെ ഒരു അനുഭവമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെയും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, അതിനെയും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഞങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ അവിടെ എന്തെങ്കിലും ദിവ്യമായിട്ട് എന്തെങ്കിലും അത്ഭുത ശക്തിയായിട്ട് ആ ശില്പത്തിന് എന്തെങ്കിലും ഒരു അത്ഭുതം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തിയോ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.